ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഡയറ്റുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഈസി ഹെൽത്തി റെസിപ്പി കൊണ്ടാണ്. അതായത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്. നമ്മുടെ വീടുകളിൽ ഉപ്പുമാവ് ഉണ്ടാക്കുക സ്ഥിരമാണ്, പക്ഷെ അത് കൂടുതലും റവ വച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് നമ്മളൊരു ഹെൽത്തി സൈഡ് ആയതുകൊണ്ട്, വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടി ആയതുകൊണ്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹെൽത്തി ആക്കാൻ വേണ്ടി തന്നെ നമ്മളിതിൽ ഒത്തിരി പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലും പറഞ്ഞിരുന്നു, ഞാൻ സൺഡേ ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഒരുമിച്ചൊരു ബാച്ചായിട്ടാണ് കുക്ക് ചെയ്ത് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് കുറയ്ക്കുക കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മളിതിൽ വെജിറ്റബിൾസ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ഇനി പ്രത്യേകിച്ച് കറിയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ പോലും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ്. ഇത് അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. സാധാരണ ഹെൽത്തി ഫുഡ് വരുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇതിന് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ ഉപ്പുമാവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് ഓയിലിൻ്റെ അളവ്, തേങ്ങയൊന്നും അധികം ചേർക്കുന്നില്ല. അങ്ങനെ കുറച്ച് എന്താ പറയുക, കൺട്രോളുകളൊക്കെ വരുത്തുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.25 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ രണ്ടാമത് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറേ വെജിറ്റബിൾസ് ആണ്. ഈ വെജിറ്റബിൾസ് ക്യാരറ്റ് ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, കുറച്ച് ഫ്രോസൺ പീസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാറുള്ള സാധാരണ ഗ്രീൻ പീസ് അല്ലേ. സാധാരണ ഗ്രീൻ പീസ് കുക്കറിലൊക്കെ വിസിൽ ഇടിപ്പിച്ച് വേവിക്കണ്ടേ. ഇത് പെട്ടെന്ന് വേവുന്ന ബേബി പീസ് എന്ന് പറഞ്ഞ് ഇവിടെ മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഗ്രീൻ പീസ് ഇടരുത്, ഫ്രോസൺ ബേബി പീസ് കിട്ടുകയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഈ വെജിറ്റബിൾസ് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ആണെങ്കിൽ അതിടാം, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ആണോ ഇഷ്ടം അതിടാം. ഒരു കാര്യം, ഞാനിത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇടണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിടാം. ഞാൻ ഇതിൽ മെയിനായിട്ട് എടുത്തിരുന്നത് ക്യാരറ്റ്, പിന്നെ ഈ ബ്രോക്കോളിയുടെ തണ്ടില്ലേ, നമ്മൾ കറിക്കൊക്കെ വേണ്ടി ബ്രോക്കോളി എടുത്തതിന് ശേഷം ആ തണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഉരുളക്കിഴങ്ങ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ നമ്മുടെ കടുക്, പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു വറ്റൽമുളക് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞേക്കുന്നത്, പിന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുക. ഞാനിത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞില്ല, വിട്ടുപോയതാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് ഈ ഒരു ടേബിൾ സ്പൂൺ. നിങ്ങളിപ്പോൾ ഇത്രയും നുറുക്ക് ഗോതമ്പ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ അതിനനുസരിച്ച് കുറയ്ക്കാം കേട്ടോ. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടിക്കിട്ടട്ടെ. ഇനി നെയ്യ് അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുക് ഇടുക. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജീരകം ഇടാം. കടുകൊന്ന് പൊട്ടുമല്ല, അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളകും ആ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിലോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ 1/4 സവാള അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോളൂ കേട്ടോ. ഞാനത് ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ ഈ ഒരു റെസിപ്പിയിൽ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം.
ഇത് നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാണ്. ഇളക്കി കൊടുക്കുക. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുറുക്ക് ഗോതമ്പിനേക്കാൾ ഒരു 1.5 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കാൻ പാകത്തിന്. നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കി ഇതിലെ വെള്ളം വറ്റി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണേ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നിങ്ങളെല്ലാം ഒരു 5 മിനിറ്റിലും തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കുന്നത് ഇത് ഏകദേശം ഒരു 3/4 വേവായി കഴിയുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കാരണം തന്നെ പെട്ടെന്ന് ഇത് വെന്തോളും. പിന്നെ നമ്മൾ ഈ ഉപ്പുമാവ് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മൂടി വയ്ക്കുമ്പോൾ ആ ഒരു ആവിയിൽ ഇരുന്ന് അത് വെന്തോളും. അപ്പോൾ ഇതൊരു 3/4 വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10, 20, 15 മിനിറ്റ് എന്തായാലും മിനിമം എടുക്കും. കാരണം ഇത് നമ്മൾ മൂടി വെച്ചല്ലേ വേവിക്കുന്നത്. പ്രഷർ കുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിലൊക്കെ ശരിയാവും. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് മറ്റേതാണ് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറയണം 5 മിനിറ്റിൽ തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആവാറേ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഇതിനൊരു ചെറിയ കഷ്ണം എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ ഇതിൽ മനസ്സിലാവും. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജീസ് ചേർക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പില്ല നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മതിയാവും. വളരെ ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചേക്കുക. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിനി ഇത് ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇച്ചിരി എന്താ പറയുക, സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ അങ്ങ് മൂടി വെച്ചേക്ക്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെച്ചേക്ക്. അപ്പോൾ അതിലിങ്ങനെ ഓവറായിട്ടിരിക്കുന്ന ആ വെള്ളം പോലെ ഇരിക്കുന്നത് കാണത്തില്ലേ, അതങ്ങ് മാറിക്കോളും. ഇതിപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ്. നിങ്ങൾ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടായിരുന്നു നിങ്ങൾ കണ്ടത്. നമ്മൾ ആ ഓഫായ സമയത്ത് ഇത് ഈ സ്റ്റിക്കിനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് ഇച്ചിരിയും കൂടെ എന്താ പറയുക, സാധാരണ ഉപ്പുമാവ് പോലെ വേർതിരിഞ്ഞ് കിട്ടുന്ന പാകമായിട്ടുണ്ട്. ഇതിന് ഞാനിത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു നല്ല ബോക്സിലിട്ട്, ഒരു എയർ ടൈറ്റ് നമ്മുടെ ടിഫിൻ ബോക്സ് ഇല്ലേ അതുപോലത്തെ ഒരു വലിയ ബോക്സിലിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതിൽ നിന്നെടുത്ത് കഴിക്കും. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റി ആക്കണം, കുട്ടികൾക്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഇത്തിരി ആ വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങ ചിരകി ഇത് ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഉള്ളത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റം ഒക്കെ വരുത്താം. ഇപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി. അതങ്ങനെ ഒട്ടും തന്നെ പാടില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് ഭയങ്കര കുക്കിങ്ങിൻ്റെ അറിവൊന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വേറൊരു കാര്യം, നമ്മൾ ഈ ഉപ്പുമാവ് ഹെൽത്തി ആണെന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും കഴിക്കരുത്. ഒരു ആവശ്യത്തിനുള്ളത് കഴിച്ചാൽ മതി. കാരണം നല്ല ഫുഡാണെന്ന് കരുതി കൂടുതൽ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ലോസ് കിട്ടിയെന്ന് വരത്തില്ല. ഇനി മെയിൻ്റനൻസിന് ശ്രദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ മാത്രം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു മീഡിയം അളവിൽ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.